ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായി ദിവസങ്ങളിലായിരിക്കാൻ ദൈവം നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമ്പേഴ്സ് 14:17 വാക്യം, സംഖ്യാപുസ്തകം 14:17. യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ, എൻ്റെ ദാസന സന്ദർശിക്കുന്നവൻ. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവേ, ഈ വചനത്തിൽ കൂടി നിങ്ങൾ സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴം ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ, യേശു നാം തന്നെ, ആമേൻ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, മിസ്രയീമിൽ നിന്ന് ജനത്തെ മരുഭൂമി കൂടെ നടത്തി മോശ കൊണ്ടുവരികയാണ്. സ്വതം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദേശത്തെ ഉറ്റുനോക്കുവാൻ വിടുമ്പോൾ കാലേബും യോശുവയും മാത്രം നല്ല ആ ദേശത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത്, മറ്റു പറഞ്ഞവരുടെ മേൽ ശാപം ഇറങ്ങുവാനിടയായി തീരുന്നു. സ്വതം എന്നാൽ ഈ കാലേബും യോശുവയും മാത്രം തലമുറകൾ മാത്രം കനാൻ ദേശം കാണുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനം മോശയോട് പിറുവിറുക്കുന്നതായിട്ടാണ്, മോശയോട് ദൈവത്തോട് പാപം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മോശയോട് വളരെ കുദ്രിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ 40 ദിവസം 40 വർഷം ആളുടെ മണ്ണ കൊടുത്തതോ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഒന്നും അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി കൂടെ ഇരുന്ന് വഴി നടത്തിയ ദൈവത്തെ ഓർക്കാതെ ഒരു നിമിഷം, ഹല്ലേലൂയ, അവർ ഓരോ നിമിഷവും ദൈവത്തെ അവർ കോപിപ്പിക്കുന്നതായിട്ട്, അതോടെ മോശയെയും കോപിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ദൈവത്തെയും കോപിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ, കാരണം ഈ സംഖ്യാപുസ്തകം 14:17 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നതായ മോശയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവേ, നീ ഇവരുടെ അകൃത്യം ഓർക്കരുതേ, ഇവരുടെ പാപത്തെ നീ ഓർക്കരുതേ, നീ ഒരു കരുണ കാണിക്കണമേ. അവൻ ഇടിവിൽ നിന്ന് കരയാ, നീ എന്നെ ഓർക്ക്. അല്ലെങ്കിൽ ജനത്തെ ഓർക്കാനല്ല. പിന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, ആ മോശ പറയുക, നീ എന്നെ ഓർക്കുക കർത്താവേ, നീ ആ ജനത്തെ ഓർക്കണ്ട, അവർ ദുഷ്ടാട്ടിയുള്ള ജനമാണ്, നീ അവരെ ഓർക്കണ്ട, അവരെ ഓർക്കാതെ നീ എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് മനസ്സറിയണമേ, എന്നെ ഓർക്കണമേ. അപ്പോൾ മോശയെ ഓർത്ത ദൈവം അവരോട് ക്ഷമിക്കുന്ന നമുക്ക് കാണുവാൻ. എന്നാലും പറയുന്നുണ്ട്, അപ്പോൾ പറയുന്ന വാക്കാ, ദൈവം ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാണ്. കർത്താവ് നമ്മുടെ അകൃത്യത്തെ ലംഘനങ്ങളെ ഒക്കെയും ക്ഷമിക്കുന്ന ദൈവമാണ്. പിന്നെ വീണ്ടും പറയാ, എന്നാൽ കുറ്റക്കാരനായിരിക്കുന്നവനെ ദൈവം വെറുതെ വിടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, കാരണം ദൈവസന്നിധിയിൽ നാം, ഹല്ലേലൂയ, ദൈവത്തോട് മാർത്തലിപ്പ് കാണിച്ച പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് കളഞ്ഞാൽ ആ ശാപം, അല്ലെങ്കിൽ ദൈവത്തോട് പിറുപിറുക്കുന്നതിനെ അല്ലെങ്കിൽ ദൈവത്തെ കോപിക്കുന്നവരുടെ ശാപം, ഹല്ലേലൂയ, അത് 4 തലമുറകൾ വരെ നിലനിൽക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ആ ശാപം ആ തലമുറകളിൽ നിന്ന് മാറാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാകുമ്പോൾ തന്നെ നിജാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ നാം വളരെ ഭയത്തോടെയും വിറയലോടെയും നാം ദൈവസന്നിധിയിലായിരിക്കണം ദൈവമക്കളെ. സ്തോത്രം. ഇവിടെ മോശ പറയുന്നതാ. സ്തോത്രം. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. സ്തോത്രം. മഹാദയുള്ളവനാ. അകൃത്യങ്ങളെയും ലംഘനങ്ങളെയൊക്കെയും ഓർക്കാത്ത അവയൊക്കെ മറന്നു കളയുന്ന ദൈവമാണ്. എന്നാൽ ഇവയൊന്നും വെക്കാതെ വീണ്ടും പാവത്തോട് പാവം കൂട്ടുന്നവനോട് ദൈവം ക്ഷമിക്കുന്നില്ല എന്നാണ് മോശ അവിടെ പറയുന്നത്. സ്തോത്രം. അവരുടെ ലംഘനങ്ങളെ 4 ഹല്ലേലൂയ തലമുറ വരെയും സന്ദർശിക്കും. ഹല്ലേലൂയ. ആകെ നാം വളരെ ഭയത്തോടെ വളരെ വിറയലോടെ നമ്മളായിരിക്കാം. നാം ഓർക്കുക, മിസ്രയീമിൽ നിന്ന് ദൈവം, ഹല്ലേലൂയ, ആ മോശയെ എഴുന്നേൽപ്പിച്ച് പല വേദനകളിൽ പല കഷ്ടതയിൽ കൂടെ അവരുടെ വസ്ത്രങ്ങളൊന്നും ചീത്തയായി പോവുകയോ അവരിട്ടിരുന്ന ചെരുപ്പ് ഇതായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് പുറപ്പാട് പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യാ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ആ ജനത്തെ കൊണ്ടുവന്ന വിധങ്ങളാണ്
നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത്രയെല്ലാം നന്മ ചെയ്തിട്ടും ഇത്രയെല്ലാം നന്മ അനുഭവിച്ചിട്ടും കർത്താവിൻ്റെ ഹല്ലേലൂയ സമാഗമന കൂടാരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഗ്നിസംഭമായി മേഘസംഭമായി എറിഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി നമുക്ക് ജനം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ മോശയോട് ജനം പിറുവിറുത്ത് കഴിഞ്ഞ് ഹല്ലേലൂയ കോപിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തേജസ് മോശയുടെ മേൽ ഇറങ്ങുന്ന ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സാക്ഷാത് ദൈവം മാറുന്ന അവിടെ വെളിപ്പെട്ട് കണ്ടു കഴിഞ്ഞു. എന്നിട്ടും ആ ജനത്തിൻ്റെ ഹൃദയം മറുതിൽപ്പാനിടയായി തീർന്നു. അങ്ങനെയുള്ള ആ ജനത്തോടെയാണ് പറയുന്നത്, നിൻ്റെ 4 തലമുറ വരെയും ആ ശാപം നിൽക്കുവാനിടയായിത്തീരും എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോഴാണ് ഹല്ലേലൂയ മോശ ഇടിവിൽ നിന്ന് കരയുന്നത്, കർത്താവേ നീ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ദുശാഠ്യമുള്ള ജനമാ, ഇവർ മറുതലിക്കുന്ന ജനമാ, ഇത്രയെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തികളും ഹല്ലേലൂയ മന്നയൊക്കെ തിന്നതാ, കാടപ്പക്ഷിയൊക്കെ തിന്നിട്ട് വന്ന ജനം ആഹാരം വായിലിരിക്കുമ്പോൾ തന്നെ ജനം ദൈവത്തോട് പിറുവിറുത്ത് സ്തോത്രം ദൈവത്തെ കോപിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവമേ അതൊന്നും നീ ഓർക്കരുതേ, എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പോൾ ആ ഇടിവിൽ നിന്ന് കരഞ്ഞ മോശ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് ഇന്നും ദേശത്തിന് നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഹല്ലേലൂയ പാവത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ജനത്തിന് വേണ്ടി സ്തോത്രം ഒരു മോശയെ പോലെ, ഒരു കാലേവിനെ പോലെ, ഒരു യോശുവയെ പോലെയൊക്കെ നമുക്ക് നിൽക്കുവാൻ കഴിയണം. സ്തോത്രം. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. ജനത്തെ എല്ലാ ദൈവം അവിടെ ഓർത്തത് 18ഉം 19ഉം വാക്യങ്ങളിൽ നാം കാണുവാൻ കഴിയുന്നുണ്ട്. മോശയുടെ നിലവിളി, മോശയുടെ ആ കണ്ണുനീര്, ആ കരച്ചിൽ, അതാണ് ദൈവം കേട്ടത്. ഹല്ലേലൂയ. ആ കരച്ചിലിന് മുമ്പിലാണ് മോശയോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഓർത്ത് ഈ ജനത്തെ വിടുവിക്കാം. സ്തോത്രം. മോശയെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ഈ ദേശത്തിന് വേണ്ടി നമ്മളെ ആക്കിയിരിക്കുന്ന പട്ടണത്തിൽ, രാജ്യത്തിൽ ദൈവത്തിന് വേണ്ടി നാം നിന്നാൽ, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിന്ന് കരയുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെയും നമുക്ക് ഇടിവിൽ നിന്ന് കരയുവാൻ നമുക്ക് ഒരു മോശയെ പോലെ നമുക്ക് ആയിത്തീരാം. ഒരു യോശുവയെ പോലെയും കാലേബിനെ പോലെയൊക്കെയും നമുക്ക് ആയിത്തീരാം. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.